പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. തുടർമാനമായി അടിസ്ഥാന വേദോപദേശങ്ങൾ എന്നുള്ള ഒരു ചിന്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായി. ഇന്ന് നമ്മൾ ദൈവിക രോഗശാന്തി എന്നൊരു വിഷയം ചിന്തിപ്പാനായിട്ട് അവസരമെടുക്കുകയാണ്. സ്തോത്രം. ഏവരും പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക രോഗശാന്തി. ആമേൻ. സാധാരണ പോലെ എന്നത്തെയും പോലെ ഒരു ഗാനം കർത്താവിൽ ആശ്രയിച്ച് പാടുവാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആമേൻ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തുതി സ്തുതി സ്തോത്രം ഹല്ലേലൂയ. മഹത്വവും പുകഴ്ചയും കർത്താവിനെ. കാരുണ്യവാനവൻ മാമഹദൈവം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഹല്ലേലൂയ. കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ. കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഉള്ളം കരങ്ങളിൽ വെള്ളമളക്കും. ചാണുകൊണ്ടാകാശ പരിമാണമെടുക്കും. ഭൂമിയെ പൊടിച്ചാൽ നാഴിയിൽ കൊള്ളിക്കും. സർവശക്തൻ അവൻ മാമഹദൈവം. ഭൂമിയെ പൊടിച്ച നാഴിയിൽ കൊള്ളിക്കും. സർവശക്തൻ അവൻ മാമഹദൈവം. ഹല്ലേലൂയ. കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ. കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. സ്തുതി സ്തുതി സ്തോത്രം ഹല്ലേലൂയ. മഹത്വവും പുകഴ്ചയും കർത്താവിനെ. കാരുണ്യവാനവൻ മാമഹദൈവം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. കാരുണ്യവാനവൻ മാമഹദൈവം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മഹാദൈവമാണ്. അവന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവിക രോഗശാന്തി എന്നുള്ള വിഷയം സംബന്ധിച്ച് ചിന്തിപ്പാൻ അവസരമൊടുക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവിക രോഗശാന്തി എന്ന വിഷയത്തിൽ ദൈവവചനം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ദൈവവചനം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാൽ രോഗശാന്തി ഉണ്ടാകും. എന്നാൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് പാപമായോ അവിശ്വാസമായോ പരിഗണിക്കേണ്ടതില്ല. സർവശക്തനായ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. രോഗങ്ങൾ സൗഖ്യമാക്കാൻ കഴിയാത്ത ദൈവത്തെ ദൈവമെന്ന് വിളിക്കുവാനും പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കവരെ ചെയ്തു. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇതൊക്കെ തന്നെ തുടർന്നു. 1-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞതെല്ലാം 21-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാർക്കും ചെയ്യാൻ കഴിയും. 1-ാം നൂറ്റാണ്ട് അവസാനിച്ചതോടെ അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് ദൈവമക്കൾ വിശ്വസിക്കുന്നില്ല. രോഗികളെ സൗഖ്യമാക്കുക എന്നത് എല്ലാ വിശ്വാസിക്കും ചെയ്യാൻ അധികാരമുള്ള കാര്യമാണ്. വിശ്വസിക്കുന്നവരെ പിന്തുടരുന്ന അടയാളങ്ങളിൽ ഒന്നായി കർത്താവായ യേശു ക്രിസ്തു രോഗശാന്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ബൈബിൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാതിരിക്കാനാവില്ല. രോഗശാന്തി പ്രാപിക്കുക, മറ്റുള്ളവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കുക തുടങ്ങിയ എല്ലാ വിശ്വാസിയുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. രോഗശാന്തി എന്നത് കൃപാവരങ്ങളിൽ ഒന്നായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ
12-9 ഹല്ലേലൂയ. എല്ലാ വിശ്വാസിക്കും രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ അധികാരമുണ്ടെങ്കിലും രോഗശാന്തി എന്നത് ഒരു കൃപാവരമായി ലഭിച്ചവരുടെ പ്രാർത്ഥനയാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. രോഗശാന്തി വരം പ്രാപിച്ചിട്ടുള്ള നിരവധി ദൈവദാസന്മാർ ഇക്കാലത്തുമുണ്ട്. അവരിലൂടെ അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്നതുമുണ്ട്. എങ്കിലും ഈ രംഗത്ത് നിരവധി വ്യാജന്മാരുണ്ട്. ആകയാൽ ദൈവമക്കൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വ്യാജന്മാരുടെ വഞ്ചനയ്ക്ക് ഇരയാകും. രോഗശാന്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നവരെ സൂക്ഷിക്കുക. ഇത്തരക്കാർ വ്യാജന്മാരാകാനാണ് സാധ്യത. രോഗശാന്തി സ്തോത്രം ലഭിച്ചവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നവർ ദൈവദാസന്മാരെ ആരായി ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദൈവനാമ മഹത്വത്തിനെന്ന വ്യാജേനയാണ് ഇവർ സാക്ഷ്യം പറയിക്കുന്നത്. പക്ഷേ ഇവർ ദൈവത്തിനല്ല, തങ്ങൾക്ക് തന്നെയാണ് മഹത്വം ഉണ്ടാക്കുന്നത്. ആകയാൽ ഇത്തരക്കാരുമായുള്ള എല്ലാ ഇടപാടുകളും ദൈവമക്കൾ ഒഴിവാക്കണം. മരുന്ന് കഴിക്കുന്നത് പാപമാണോ എന്നതാണ് അടുത്ത പ്രശ്നം. മരുന്ന് കഴിക്കുന്നത് അവിശ്വാസം മൂലമാണെന്നോ പാപമാണെന്നോ തിരുവചനത്തിൽ കാണുന്നില്ല. എങ്കിലും ചിലർ ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്ത് ഇത്തരം ദുരുപദേശങ്ങൾ സ്ഥാപിക്കാറുണ്ട്. പെന്തക്കോസ്ത് സഭകളിൽ ഈ ദുരുപദേശത്തിന് സ്വീകാര്യത ലഭിച്ചിരുന്നു എന്ന വസ്തുത മറച്ചു വെച്ചിട്ടു കാര്യമില്ല. ഇപ്പോഴും ചില പെന്തക്കോസ്ത് സഭകളിൽ ഈ ദുരുപദേശം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഒരു ദുരുപദേശത്തിൻ്റെ സ്വാധീനം അനുദിനം കുറഞ്ഞു വരികയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് രോഗശാന്തി നൽകാനും ദൈവത്തിന് കഴിയുമെന്നാണ് ഈ വാദം. ദൈവം സർവശക്തനാണെന്നും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നതും സ്തോത്രം സത്യം തന്നെ. പക്ഷേ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതൊന്നും ദൈവം ചെയ്യാറില്ല എന്ന വസ്തുത നാം മറന്നു കളയരുത്. മനുഷ്യൻ്റെ കഴിവ് അവസാനിക്കുന്നിടത്താണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ: ചെങ്കടൽ വിഭാഗിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല, അതുകൊണ്ട് ദൈവം ചെങ്കടൽ വിഭാഗിച്ചു. പക്ഷേ നടക്കാനുള്ള കഴിവ് ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ നടന്നക്കരെ എത്തി. ഗസയുടെ നിർജ്ജന പ്രദേശത്ത് ദൈവകൽപ്പന പ്രകാരം എത്തിച്ചേർന്ന ഫിലിപ്പോസിനും മടങ്ങി വരാൻ ദൈവസഹായം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവനെ ദൈവം എടുത്തുകൊണ്ടു പോന്നു. പക്ഷേ എന്നും രാവിലെ ഫിലിപ്പോസ് കുളിച്ചൊരുങ്ങി നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. ദൈവമേ ഇതാ ഞാൻ റെഡിയായി നിൽക്കുന്നു, എന്നെ എടുത്തുകൊണ്ട് പോകണമേ എന്ന് എത്ര പ്രാർത്ഥിച്ചാലും ദൈവാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോവുകയില്ല. ഫിലിപ്പോസിന് കാല് കൊടുത്തത് ദൈവമാണ്. നടക്കാൻ കഴിയുന്നിടത്ത് പൗലോസ് നടന്നു തന്നെ പോകണം. പത്രോസിന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവദൂതൻ്റെ സഹായം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൂതൻ അവനെ സഹായിച്ചു. പക്ഷേ ജയിലിന് പുറത്തുള്ള തെരുവിൽ എത്തിയ ഉടൻ ദൂതൻ അപ്രത്യക്ഷനായി. ദൂതൻ വരാതെ മുൻപോട്ട് പോകില്ല എന്ന് ശഠിച്ചുകൊണ്ട് പത്രോസ് അവിടെ തന്നെ നിന്നില്ല. അവൻ നടന്ന് മർക്കോസിൻ്റെ വീട്ടിലെത്തി. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുകയാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം മനുഷ്യൻ ചെയ്യണം. അതിനാവശ്യമായ ബുദ്ധിയും ശക്തിയും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ സാധിക്കാനാവാത്ത കാര്യങ്ങളും ഉണ്ട്. അവ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അശ്രൂർ രാജാവ് യുദ്ധത്തിനായി വരുന്നു എന്ന് കേട്ടപ്പോൾ ഹിസ്കിയാവ് സാധ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തു. 2 ദിനവൃത്താന്തം 32 പക്ഷേ അശ്രൂർ രാജാവിനെ നേരിടാനുള്ള ശക്തി ഹിസ്കിയാവിൻ്റെ സൈന്യത്തിനില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തോട് നിലവിളിച്ചു. അസാധ്യമായത് ദൈവം സാധ്യമാക്കി കൊടുത്തു. ഒരു ദൈവദൂതൻ അശ്രൂർ പാളയത്തിലെത്തി സംഹാരം നടത്തി. ഇത് നമുക്കൊരു പാഠമായിരിക്കണം. ശത്രുവായ പിശാചിനെതിരെ പോരാടാൻ നാം ധൈര്യം കാണിക്കണം. ചെയ്യാനാവുന്നതെല്ലാം ചെയ്യണം. പക്ഷേ നമ്മുടെ കഴിവ് അപര്യാപ്തമാകുമ്പോൾ ദൈവത്തോട് നിലവിളിക്കണം. ദൈവം പ്രവർത്തിക്കും, അത്ഭുതം നടക്കും. നാം രോഗികളാകുമ്പോഴും ഇത് തന്നെ ചെയ്യണം. രോഗസൗഖ്യത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക, അതോടൊപ്പം പ്രാർത്ഥിക്കുകയും വേണം. ഹല്ലേലൂയ. വിശ്വാസികൾക്ക്
രോഗങ്ങൾ വരികയില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവവചനം പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് യഹോവയായ ദൈവം തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ഹാക്കിൻ്റെ അന്ധത ദൈവം കൊടുത്തില്ല. മോശയുടെ നാവിൻ്റെ കെട്ട് അഴിച്ചുമില്ല. പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം മാറ്റിക്കൊടുത്തോ? ദൈവമക്കൾക്ക് രോഗം വരികയില്ലെന്ന് സിദ്ധാന്തം ശരിയല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. മാറാവ്യാധികൾ ശാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്ന വാദവും ശരിയല്ല. ഒരു രോഗവുമില്ലാതെ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി സുഖിച്ച് ജീവിച്ച ധനവാൻ യാതനാ സ്ഥലത്തെത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ നിത്യരോഗിയും പരമദരിദ്രനുമായിരുന്ന ലാസർ പരദീസയിലാണ് എത്തിച്ചേർന്നത്. ഈ കഥയിലെ ധനവാൻ ശപിക്കപ്പെട്ടവനും ആമീൻ ദരിദ്രൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാണെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിവിധ കാരണങ്ങളാൽ രോഗങ്ങളുണ്ടാകാം. രോഗാണുക്കൾ മൂലം ഉണ്ടാകുമെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല. അപകടം മൂലം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദുരാത്മാക്കളുടെ സ്വാധീനം മൂലം ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഉണ്ടാകാമെന്ന് ദൈവവചനം തെളിയിക്കുന്നു. അയോഗ്യമായി തിരുവത്താഴം സ്വീകരിക്കുന്നത് രോഗത്തിന് കാരണമാകാമെന്ന് പൗലോസ് പറയുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളുമുണ്ട്. ഇവയിൽ ചിലത് ഒരിക്കലും സൗഖ്യമായില്ലെന്നും വരാം. അതുകൊണ്ട് രോഗങ്ങൾ ശാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്നും മാറാരോഗികൾ ശപിക്കപ്പെട്ടവരാണെന്നും മറ്റുള്ള സിദ്ധാന്തങ്ങൾ വചനവിരുദ്ധമാണ്. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന ദുരുപദേശങ്ങളുടെ ഭാഗമാണിവയൊക്കെ. ആമീൻ. രോഗം, അപകടം, പട്ടിണി, മരണം തുടങ്ങി ഇതര മനുഷ്യർക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവമക്കൾക്കും ഉണ്ടാകും. പക്ഷേ ആമീൻ സർവശക്തനായ ദൈവത്തിന് ഇവയിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ കഴിയും. വിടുവിച്ചേ മതിയാകൂ എന്നുമില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പ്, നല്ലവനായ ദൈവത്തിന് തിന്മ ചെയ്യാൻ പറ്റില്ല. ദൈവം തൻ്റെ മക്കൾക്ക് നന്മ മാത്രമേ ചെയ്യൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി തീരുന്നു. രോഗം സൗഖ്യമായാൽ അത് നന്മയ്ക്ക്. ലാസറിനെ പോലെ നിത്യരോഗിയായി കഴിയേണ്ടതായി വന്നാൽ അതും നന്മയ്ക്ക്. ഇതാണ് ശരിയായ കാഴ്ചപ്പാട്. ദൈവമക്കൾക്ക് രോഗം വരികയില്ല എന്ന തെറ്റായ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും രോഗമുണ്ടായാൽ അതോടെ അവരുടെ വിശ്വാസ ജീവിതം തകരും എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആകയാൽ ദുരുപദേശ കുരുക്കിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. രോഗസൗഖ്യം എല്ലാവർക്കും നമ്മുടെ കർത്താവ് തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ അറിവിലും പെട്ട സകല രോഗികളും സൗഖ്യമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമീൻ. ഞാൻ പാടിയ പാട്ടിൻ്റെ ബാക്കി അടികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്ന് എന്നെ കേട്ട എല്ലാവരും സ്തോത്രം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭൂമിക്കടിസ്ഥാനം തിരുക്കരങ്ങളിൽ, സമുദ്രത്തിനാഴവും തിരുക്കരങ്ങളിൽ, അതിലുള്ളതെല്ലാം ഉളവാക്കിയ സർവശക്തൻ അവൻ മാമഹദൈവം. അതിലുള്ളതെല്ലാം ഉളവാക്കിയ സർവശക്തൻ അവൻ മാമഹദൈവം. ഹല്ലേലൂയ. കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ. കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. അവൻ നമ്മെ നിർമ്മിച്ച ദൈവമല്ലോ, നാം അവൻ മേയിക്കും ജനവുമല്ലോ. സകലവും നമുക്കായി ചെയ്തു തരും. യേശുരക്ഷകൻ അവൻ ദൈവപുത്രൻ, സകലവും നമുക്കായി ചെയ്തു തരും. യേശുരക്ഷകൻ അവൻ ദൈവപുത്രൻ.
ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചിടാം, രാപ്പകൽ തന്നോടു നിലവിളിക്കാം. തൻ്റെ വൃതന്മാരെ രക്ഷിക്കുവാൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തിടുമേ. തൻ്റെ വൃതന്മാരെ രക്ഷിക്കുവാൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തിടുമേ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. സ്തുതി സ്തുതി സ്തോത്രം, ഹല്ലേലൂയ, മഹത്വവും പുകഴ്ചയും കർത്താവിനെ. കാരുണ്യവാനവൻ മാമക ദൈവം, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. കാരുണ്യവാനവൻ മാമക ദൈവം, അമേൻ, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. എപ്പോഴും സന്തോഷിച്ചെല്ലാറ്റിനും പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തിടുമ്പോൾ തൻ്റെ വൃതന്മാരെ രക്ഷിക്കുമേ. ദൈവ ഇഷ്ടം നമ്മിൽ നിറവേറുമേ. തൻ്റെ വൃതന്മാരെ രക്ഷിക്കുമേ. ദൈവ ഇഷ്ടം നമ്മിൽ നിറവേറുമേ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർപ്പാൻ. സ്തുതി സ്തുതി സ്തോത്രം, ഹല്ലേലൂയ, മഹത്വവും പുകഴ്ചയും കർത്താവിനെ. കാരുണ്യവാനവൻ മാമക ദൈവം, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. കാരുണ്യവാനവൻ മാമക ദൈവം, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. ഹല്ലേലൂയ, കർത്തനേശു വേഗം വരും നമ്മെ ചേർക്കാൻ. സ്തുതി സ്തുതി സ്തോത്രം, ഹല്ലേലൂയ, മഹത്വവും പുകഴ്ചയും കർത്താവിനെ. കാരുണ്യവാനവൻ മാമക ദൈവം, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. കാരുണ്യവാനവൻ മാമക ദൈവം, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഗാനത്താലും ഈ പറഞ്ഞ വചനത്താലും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, കർത്താവേടെ ഈ പ്രത്യേക സമയം തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് രോഗസൗഖ്യം നൽകുന്ന ദൈവമാകുന്നു. കർത്താവേ, അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവിടുന്ന് പലപ്പോഴും അത്ഭുതകരം ഞങ്ങൾക്കായി പ്രവർത്തിച്ച് ദൈവിക രോഗശാന്തി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. പിന്നെയും അവിടുന്ന് മതിയായ ദൈവം, സർവശക്തനാകുന്ന ദൈവം, സകലവും ചെയ്യുവാൻ കഴിയുന്ന കർത്താവ്. അവിടുത്തെ അസാധ്യമായി ഒന്നുമില്ലല്ലോ. നിങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഇന്ന് അടിയൻ്റെ വചനം കേട്ട, ഈ ഗാനം കേട്ട എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ അനുഗ്രഹവും പകർന്നു തന്ന് കർത്താവ് നയിക്കണമേ. ഈ അബസ്തർ അനു ശാമുവേൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഈ കൂട്ടത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും നന്മയ്ക്കായി ചെയ്യുന്നതിനായി സ്തോത്രം. തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത്
കൃപയോടെ കേട്ട് ഉത്തരമരണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.